കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്ത ഒരു വീഡിയോ ആണിത്. ഇത് ടെറസിൻ്റെ മേലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, അതിൻ്റെ ഫ്രൂട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടൊന്നും ഇങ്ങനെ നന്നായിട്ട് വെട്ടി ഒതുക്കണം. കാരണം അതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ച് സ്ഥലങ്ങളുകൊണ്ട് കുറച്ചൊക്കെ അടുത്തടുത്തായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കൂടി തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഫ്രൂട്ടിങ് കഴിഞ്ഞാൽ നമ്മളെല്ലാം വെട്ടി ഈ ഫ്രൂട്ട് വന്ന കമ്പുകളൊക്കെ വെട്ടി ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വെള്ളം നേരത്തെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അതും അതിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ശരിയാക്കാൻ നിന്നിട്ടില്ല. നമ്മൾ നേരെ പൈപ്പ് ഇട്ടിട്ട് ഒരാഴ്ചയിൽ 1-2 തവണ ചെറുതായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാനിതിൻ്റെ ഫ്രൂട്ട് വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞിട്ട് നല്ല ചുവപ്പ് കളറുള്ള ഒരു ഇനമാണ്. ഞാൻ വളരെ അന്വേഷിച്ച് നോക്കിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ്. കാരണം നമ്മളൊരു 1 ടൈം വെക്കുന്നതല്ലേ, അപ്പോൾ ഏറ്റവും നല്ലത് തന്നെ വേണമെന്ന് നോക്കിയിട്ടന്ന് വെച്ചതാണിത്. പിന്നെ ഇതിൽ നമ്മൾ ഈ മാവിൻ്റെ ഒരു സൈഡിലൊരു മാവുണ്ട്, അതിൻ്റെ ഇലകളാണ് ഇതിൽ ഏകദേശം നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളതൊക്കെ. അതിൽ നിന്ന് എവിടെ വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന ആ ഇലകൾ ആണ് അതിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മറ്റേ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രാവശ്യം നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ഇത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മൾ ഇല ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ടിങ് സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പുതിയ വീഡിയോകൾ ഇതിനെ പറ്റിയിട്ട് ഇടാം. കേരളത്തിൽ പൊതുവെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്രൂട്ടിങ് ടൈം എന്നൊക്കെ പറയുമ്പോൾ ഏപ്രിൽ ടു നവംബർ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കും കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് പൂക്കളുണ്ടായിട്ട് ആ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്ന സൈക്കിള് കഴിഞ്ഞു പോയത്. പിന്നെ ഫെബ്രുവരി മാർച്ചിലൊക്കെ പൂക്കൾ വന്ന് തുടങ്ങാറുണ്ടെന്ന് ചിലവരൊക്കെ പറയാറുണ്ട്. പിന്നെ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 ദിവസമൊക്കെ വേണം അത് കായായിട്ട് പാകമായിട്ട് നമുക്ക് കിട്ടാനായിട്ട്.